എല്ലാ യാത്രക്കാരുടെയും പേരുകളടങ്ങിയ ലിസ്റ്റൊന്നും ഉണ്ട്. പക്ഷേ ഇവർ ഏതൊക്കെ ദേശക്കാരാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ അത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഈ രീതിയിൽ അതിന് കുറച്ച് സമയം എടുക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. 133 മരണം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത് ഇനിയും ഉയരാനാണ് സാധ്യത എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ ഇത്രയും സമയം 128 പേരുടെ മരണം സ്ഥിരീകരിച്ചപ്പോൾ 133 മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. 242 പേരാണ് ആകെ യാത്രക്കാരായി ഉണ്ടായിരുന്നത്. അതിൽ 133 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇത് ഒരു സാങ്കേതിക പിഴവ് തന്നെയാണ് എന്ന് തന്നെ ഏതാണ്ട് ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പൈലറ്റ് ഉണ്ടായിട്ട് പോലും ഈ വിമാനത്തെ ഉയർത്താൻ കഴിയാതെ പോയത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാങ്കേതിക പിഴവ് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് മുകളിലേക്ക് ഉയർന്നു പോകാൻ മാത്രമുള്ള ഒരു പവർ അല്ലെങ്കിൽ എഞ്ചിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എഞ്ചിൻ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത ബലപ്പെടുകയാണ്. അത് തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ത്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് ഓഫ് സാധ്യമായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ വിശദമായ അന്വേഷണം വരും മണിക്കൂറുകളിലൊക്കെ ഉണ്ടാകും എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. 133 പേരുടെ മരണം സംഭവിച്ചൊരു വലിയ ദുരന്തമായി ഈ വിമാനാപകടം മാറുകയാണ് ഇതിനോടകം തന്നെ. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഡോക്ടേഴ്സിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് തകർന്നു വീണത്. ആ സമയത്ത് ഈ ഹോസ്റ്റലിനകത്തുണ്ടായിരുന്ന അന്തേവാസികൾക്കൊക്കെ തന്നെ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. അതുല്യ എന്നൊരു ഹോസ്റ്റൽ ബിൽഡിംഗ്, അതിന്റെ 1, 2, 3, 4 നിലകളിലേക്ക് ഇതിന്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുള്ളത്. അത് ഒരു ജനവാസ മേഖലയാണ്. മാത്രവുമല്ല അവിടെ ആൾക്കാർ അതിനകത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അവരുടെ മുകളിലേക്കാണ് ഈ വിമാനം തകർന്നു വീണത്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ, BSF ഉദ്യോഗസ്ഥർ അടക്കം ഈ ദൗത്യത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ രക്ഷാദൗത്യം അവിടെ നടക്കുന്നുണ്ട്. കാരണം ഈ തകർന്നു വീണ വിമാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ തീ ഉയരുന്നുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. തത്സമയ ദൃശ്യങ്ങൾ ANA പോലുള്ള ഏജൻസികൾ നൽകുന്നുണ്ട്. അവിടെ ഇപ്പോഴും ഈ തീപിടുത്തം പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ചില ഭാഗങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ തീപിടുത്തമുണ്ട്. അത് ഈ വിമാനത്തിൻ്റെ കത്തിയമർന്ന ഭാഗങ്ങൾ വീണ്ടും തീപിടിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ കാഷ്വാലിറ്റി ഇല്ലെങ്കിൽ കൂടി അതൊക്കെ അവിടെ ആശങ്കയായി മാറുന്നുണ്ട്. ഇനി നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ ഈ പേരുവിവരങ്ങൾ നോക്കിയാണ് ഇവർ ഏതൊക്കെ ഇടങ്ങളിലുള്ള ആൾക്കാരാണ് എന്നൊക്കെ തിരിച്ചറിയേണ്ടത്. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പത്തനംതിട്ടക്കാരിയായ രഞ്ജിത കൂടി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു, യാത്ര ചെയ്തിരുന്നു എന്ന വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ വിവരം അറിഞ്ഞ് അഹമ്മദാബാദ് വിമാനത്താവളത്തിലേക്ക് എത്തിയ യാത്രക്കാരുടെ ബന്ധുക്കളൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നു ഇന്ന ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയില്ല. കാരണം അവരെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല. അതിനിടയിൽ ഇപ്പോൾ അഹമ്മദാബാദിലെ വിമാനത്താവളം വീണ്ടും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ 5 മണിവരെ പ്രവർത്തനം നിർത്തിവെക്കുന്നു എന്ന് അറിയിച്ചെങ്കിലും ഇപ്പോൾ അവിടെ വീണ്ടും പ്രവർത്തനം തുടങ്ങി എന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്.